ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ലോകകപ്പ് നിർഭാഗ്യവശാൽ ബ്രസീലിന് ദുഃഖപര്യവസായിയായി പരിണമിച്ചു. വളരെയേറെ പ്രതീക്ഷയോടെ വന്ന ബ്രസീൽ ക്വാർട്ടർ കാണാതെ പുറത്തായി. കളി കഴിഞ്ഞതിന് ശേഷം ആരോ ഒരാൾ നെയ്മറെ വിശേഷിപ്പിച്ചത് അവസാനത്തെ സാമ്പാ നർത്തകൻ എന്നാണ്. കളി തോറ്റ ശേഷം ഡ്രസ്സിംഗ് റൂമിലെ നെയ്മറിൻ്റെ ക്ഷോഭപ്രകടനത്തിൻ്റെ ഒരു വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ സഹകളിക്കാരിൽ ചിലരെ തല്ലുകയും അവർക്ക് നേരെ ക്ഷോഭിക്കുകയും മാത്രമല്ല, കോച്ച് ആഞ്ചലോട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക പോലും ചെയ്യുന്നുണ്ട് നെയ്മർ എന്ന ആ അവസാനത്തെ സാമ്പാ നർത്തകൻ. എന്തുകൊണ്ടാണ് ബ്രസീലിന് ഇത്ര ആരാധകർ? അവരുടെ കളിയഴക് തന്നെയാണ് കാര്യം. അവരുടെ കളിയ അഴകിൻ്റെ രഹസ്യം സാമ്പാ നൃത്തത്തിനുമപ്പുറം ജീങ്ക എന്ന അവരുടെ ആയോധന മുറയിലേക്ക് വരെ പോകുന്നുണ്ട്. അധിനിവേശ കാലത്ത് ആമസോൺ കാടുകളിലേക്ക് പിൻവലിഞ്ഞ ബ്രസീലിലെ തദ്ദേശ ജനത അവരുടെ ആയോധന മുറയായ ജീങ്കയെയും കൂടെ കൂട്ടി. നിരോധിക്കപ്പെട്ട ജീങ്ക പരിശീലിക്കാനുള്ള ഒരു ഉപായം കൂടിയായി അവർക്ക് പിൽക്കാലത്ത് ഫുട്ബോൾ. സാമ്പായുടെയും പിൻബലം ഈ ആയോധന കലയായ ജീങ്ക ആയിരുന്നു. ബ്രസീലിൻ്റെ കളിയഴകിൻ്റെ പൊരുളറിയാൻ പെലെയുടെ ദ ബർത്ത് ഓഫ് എ ലെജൻഡ് എന്ന സിനിമ കണ്ടാൽ മതി. 1950 ലോകകപ്പിൻ്റെ ഫൈനലിൽ ബ്രസീൽ പരാഗ്വയോട് തോൽക്കുന്നത് ബ്രസീലിലെ അതിദരിദ്രർ തിങ്ങിപ്പാർക്കുന്ന ഒരു കടയിലെ ടിവിക്ക് മുന്നിലിരുന്ന് കണ്ട് വിതുമ്പിക്കരഞ്ഞ അച്ഛന് ഒരു ദിവസം ഞാൻ ബ്രസീലിന് വേണ്ടി ലോകകപ്പ് നേടുമെന്ന് പെലെ വാക്കുകൊടുക്കുന്നുണ്ട്. പക്ഷേ കളിക്കിടയിൽ പരുക്കേറ്റ് കളിക്കളം വിട്ട് തോട്ടിപ്പണിയിൽ ജീവിതമാർഗം കണ്ടെത്തേണ്ടി വന്ന മുൻ ഫുട്ബോളറായ പെലെയുടെ അച്ഛൻ പെലെയെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതവിടെ നിൽക്കട്ടെ. സിനിമയുടെ തുടക്കഭാഗത്ത് പെലെയും കൂട്ടുകാരായ മറ്റ് ദരിദ്ര കുട്ടികളും ചേർന്ന് കളിക്കുന്ന മനോഹരമായ ഒരു കാൽപന്ത് കളിയുണ്ട്. ആ കളിയുടെ പേര് നോ ബൗൺസ് എന്നാണ്. അതായത് പന്ത് നിലത്ത് തൊടാൻ പാടില്ല. തുണി ചുരുട്ടിയുണ്ടാക്കുന്ന പന്ത് ആ ഇടുങ്ങിയ തെരുവിലൂടെ കളിച്ച് നിശ്ചിത സ്ഥലത്തെത്തിക്കണം. കേൾക്കുമ്പോൾ നിസ്സാരമാണ്, പക്ഷേ പന്ത് നിലം തൊടാൻ പാടില്ലല്ലോ. വീടുകളുടെയും കടകളുടെയും മേൽക്കൂരയിലും മറ്റും അടിച്ചു കയറ്റുന്ന ആ തുണിപ്പന്ത് നിലം തൊടാതെ സിസർക്കട്ട് ചെയ്തും ഉയർന്നു ചാടിയും മറ്റും ആ കുട്ടിക്കൂട്ടം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ജയിക്കുന്നു, ചിലപ്പോൾ പരാജയപ്പെടുന്നു. ഈ നോബൗൺസ് കളി സിനിമയുടെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1958 ലോകകപ്പ് ഫൈനലിൻ്റെ തൊട്ട് തലേ ദിവസം ബ്രസീലിൻ്റെ സീനിയർ ടീമാണ് ഇത്തവണ ആ കളി നമുക്ക് മുന്നിൽ കളിക്കുന്നത്. പെലെ അരങ്ങേറ്റം കുറിച്ച ആ ലോകകപ്പിൽ ഫൈനലിന് മുമ്പേ തന്നെ സ്വീഡൻ മാനസികവും സാങ്കേതികവുമായ ആധിപത്യം ബ്രസീലിന് മേൽ നേടിക്കഴിഞ്ഞിരുന്നു. ആ ഫൈനലിൽ ബ്രസീലിന് അവരുടെ പ്രിയപ്പെട്ട മഞ്ഞ ജേഴ്സി പോലും നഷ്ടമായിരുന്നു. പെലെയും ഗരിഞ്ചയുമൊക്കെ തകർത്താടിയിട്ടും ബ്രസീലിൻ്റെ നില വളരെ പരുങ്ങലിലുമായിരുന്നു. അനുനിമിഷം തന്ത്രം മാറ്റുന്ന സ്വീഡന്റെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രം മെനയാനാകാതെ ബ്രസീലിൻ്റെ കോച്ച് വിൻസെന്റ് ഫിയോള കുഴങ്ങി. ഫൈനലിന് തൊട്ട് തലേ ദിവസം രാവിലെ പ്രാതൽ കഴിക്കാനായി ടീം താമസിക്കുന്ന ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലെത്തിയ പെലെ കണ്ടത് നിസ്സഹായരും മൂകരുമായിരിക്കുന്ന സഹ ടീമംഗങ്ങളെയാണ്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്ന പെലെ ദൂരെ ഒരു ചെറിയ ജലാശയത്തിലെ മനോഹരമായ ഒരു നിർമ്മിതി കാണുന്നു. പെലെ ആ നിർമ്മിതിയിലേക്ക് കൈചൂണ്ടി സഹകളിക്കാരോട് പറയുന്നു, നോ ബൗൺസ്. അവിടെ ബ്രസീലിൻ്റെ ടീം മെല്ലെ മൗഢ്യം വെടിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. റെസ്റ്റോറൻറ്റിലൂടെ, അടുക്കളയിലൂടെ, ഇടനാഴിയിലൂടെ, ലോഞ്ചിലൂടെ, മുറ്റത്തൂടെ ബ്രസീലിയൻ ടീമിനൊപ്പം പന്ത് നോ ബൗൺസ് യാത്ര തുടരുന്നു. ഉണർവും ഉന്മേഷവും വീണ്ടെടുത്ത ബ്രസീൽ ടീം കൈമേയ് മറന്ന്, അല്ല കാലും മെയ്യും മറന്ന്
നിലം തൊടിയിക്കാതെ പന്തിനെ ചെറിയ ജലാശയത്തിൻ്റെ നടുവിലെ ആ മനോഹര നിർമ്മിതിയിലേക്ക് എത്തിക്കുന്നു. ആശയങ്ങളുമറ്റ് ഹോട്ടലിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ടീം കോച്ചും ഈ നോ ബൗൺസ് കളി കാണുന്നുണ്ട്. ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന കോച്ച് ഒരു നിമിഷം കളിക്കാരെ നോക്കി നിന്നതിന് ശേഷം അവരോട് പറയുന്നു, ദാറ്റ്സ് ദ വേ വി പ്ലേ ടുമോറോ. അതെ, ഈ നോ ബൗണ്ട് സ്പിരിറ്റിലാണ് നാളത്തെ ഫൈനൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. കളിച്ചു 5-2 സ്വീഡനെ തോൽപ്പിച്ച് ലോകകപ്പും നേടി. ബ്രസീൽ അവരുടെ തനത് ശൈലിയിലേക്ക് തിരിച്ചു വന്ന കളിയായിരുന്നു അത്. ഫുട്ബോളിൻ്റെ മനോഹാരിതയെല്ലാം ഒത്തിണങ്ങിയ ബ്രസീലിയൻ ശൈലി. പ്രിയപ്പെട്ട ബ്രസീൽ, ആ നോ ബൗൺസ് ഒരിക്കൽ കൂടി പ്ലീസ്.